നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കടുത്ത വേനൽ ചൂടിൽ വെന്തുരുക്കി നാടും നഗരവും. വേനൽ മഴയുടെ കുറവ് സ്ഥിതി സങ്കീർണമാക്കി. കത്തുന്ന ചൂടിൽ ചെങ്കൽ മേഖലയിലും പ്രതിസന്ധി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഇരട്ടിയിലും പ്രതിഷേധം. ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. വാർത്തകൾ വിശദമായി. കടുത്ത വേനൽ ചൂടിൽ വെന്തുരുക്കിയാണ് നാടും നഗരവും. പകൽ പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത സ്ഥിതിയായി. റോഡിലൊക്കെ പകൽ ആളുകൾ കുറഞ്ഞു. ചൂടും ഇനി കൂടുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വേനൽ മഴയുടെ കുറവാണ് സ്ഥിതി സങ്കീർണമാക്കിയത്. കനത്ത ചൂടിൽ വെന്തുരുകുകയാണ് നാടും നഗരവും. പകൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി. റോഡുകളിലൊക്കെ പകൽ ആളുകൾ കുറഞ്ഞു. ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ അതീവ ജാഗ്രത പുലർത്തേണ്ട അവസ്ഥയാണ്. രാവിലെ 11 മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശമേൽക്കാതെ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ രാവിലെ 7 മുതൽ തന്നെ ചൂടിന്റെ കാഠിന്യം അനുഭവപ്പെടുന്നുമുണ്ട്. രാത്രിയിലും അത്യുഷ്ണം തുടരുന്നു. നല്ല വേനൽ മഴ ലഭിക്കാതെ ചൂടിന് കുറവുണ്ടാകില്ല. മലയോര മേഖലയിലാണ് കൂടിയ അന്തരീക്ഷ താപനില രേഖപ്പെടുത്തുന്നത്. 98.9 ആയിരുന്നു കണ്ണൂരിൽ കഴിഞ്ഞയാഴ്ച രേഖപ്പെടുത്തിയ ഉയർന്ന താപനില. സ്വയം പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ കേന്ദ്രങ്ങളിലെ കണക്ക് പ്രകാരം പലയിടത്തും 40 ഡിഗ്രി കടന്നു. എന്നാൽ ഇത്തരം കേന്ദ്രങ്ങളിൽ 2-3 ഡിഗ്രി വരെ ചൂട് കൂടുതലായി രേഖപ്പെടുത്തുന്നുണ്ട്. അറബിക്കടലിലെ ചൂട് കൂടിയതാണ് അത്യുഷ്ണത്തിന് പ്രധാന കാരണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. കൊടുംചൂട് വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള മുന്നറിയിപ്പ്. വേനൽ മഴയുടെ കുറവാണ് സ്ഥിതി സങ്കീർണമാക്കിയത്. കടുത്ത ചൂട് മരണത്തിലേക്ക് നയിക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതാണ് വ്യക്തിസുരക്ഷ ഉറപ്പാക്കാൻ ഏറ്റവും അത്യാവശ്യ കാര്യങ്ങൾ. ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക, അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, മറ്റു രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പരമാവധി വെയിൽ കൊള്ളാതിരിക്കുക, ആരോഗ്യമുള്ളവരും ജോലിക്ക് പോകുന്നവരും കുട ഉപയോഗിക്കുക, തൊപ്പി ഉപയോഗിക്കാൻ ശ്രമിക്കണം, ചായ പോലുള്ള ചൂടുള്ള പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് പകരം ശുദ്ധമായ തണുത്ത വെള്ളം കുടിക്കുക തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ. ഹൈവിഷൻ ന്യൂസ്, കേളകം. ഭയങ്കര ചൂടാണ്. ചൂടിനൊപ്പം പൊടിയും. പിന്നെ ജീവിക്കേണ്ടേ? തൊഴിലാളികൾ പറയുന്നു. കത്തുന്ന ചൂടിൽ ചെങ്കൽ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ ദുരിത കാഴ്ച. കേളകം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കത്തുന്ന സൂര്യന് കീഴിൽ പൊടി നിറഞ്ഞ മണ്ണിൽ പണിയെടുത്ത് വെയിലിന്റെ കാഠിന്യം മറന്ന ചെങ്കൽ തൊഴിലാളികൾ. കത്തുന്ന ചൂടിൽ വിയർപ്പൊഴുകുന്ന ശരീരത്തിൽ നിറയെ ചുവന്ന മണ്ണാണ്. ഓരോ നിമിഷവും വിയർപ്പും മണ്ണും ചേർന്ന് ചെളിയായി മാറുന്നു. ചെങ്കൽ പണകളിലെ തൊഴിലാളികളുടെ ജീവിതം കത്തുന്ന വേനലിലും കടുപ്പമേറിയതാണ്. മെഷീൻ ഉപയോഗിച്ച് കല്ല് ചെത്തിയെടുക്കുമ്പോൾ മുഖവും ശരീരവും നിറയെ മണ്ണ് നിറയും. ചുട്ടുപൊള്ളുന്ന ചൂടും പൊടി നിറഞ്ഞ അന്തരീക്ഷവും കൂടിയാകുമ്പോൾ ഓരോ തൊഴിലാളികളുടെ ജീവിതം അതികഠിനമാവുകയാണ്. ഇടയ്ക്കിടെ വെള്ളം കുടിക്കുകയും ചൂട് കൂടുമ്പോൾ ജോലിയിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്യാറുണ്ടെന്ന് തൊഴിലാളികൾ പറയുന്നു. ജീവിക്കണ്ടേ? ചൂടുണ്ട്, ചൂടുണ്ട്. ഇത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ശീലിക്കുക. നമുക്കൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, നമ്മളൊക്കെ ശീലിക്കുക. ഇല്ല, ഈ കൊല്ലം ഇത്രയും ചൂട്. വെള്ളം ഇഷ്ടംമാരിയുണ്ട്. വെള്ളവും വിശ്രമമൊക്കെ ഉണ്ട്, അത്യാവശ്യം വിശ്രമമൊക്കെ ഉണ്ട്, പണിയൊക്കെ ഉണ്ട്. നമ്മളൊരു 1:30 ആകുമ്പോൾ നിർത്തിയിട്ട് ഒരു 3 നമ്മളായിരുന്നു ഇറങ്ങുള്ളൂ. പിന്നെ ഒരു 5-5:30 വരെ കഴിക്കൊല്ല ചൂട് കൂടും. ഭയങ്കര. ലോറിയിൽ കല്ല് കയറ്റുന്ന തൊഴിലാളികൾക്കും ചെങ്കൽപ്പണകളിലെ ജീവിതം അതികഠിനമാണ്. വേനൽ കനത്തതോടെ ജോലി സമയങ്ങളിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി തൊഴിലാളികളാണ് ചെങ്കൽപ്പണകളിൽ ജോലി ചെയ്യുന്നത്. ചുട്ടുപൊള്ളുന്ന ചൂടിൽ പൊടിയും മണ്ണും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ജോലി ചെയ്തു തീർക്കുകയാണ് ചെങ്കൽ മേഖലയിലെ തൊഴിലാളികൾ. സജീവ് നായർ, ഹൈവിഷൻ ന്യൂസ്, കേളകം. കനത്ത ചൂടിൽ ക്ഷീരമേഖല വിയർക്കുന്നു. തീറ്റപ്പുൽ ക്ഷാമം രൂക്ഷമായതോടെ കർഷകർ പശുക്കളെ വിറ്റൊഴിക്കുന്നു. വേനൽ കടുത്തതോടെ മലയോര പ്രദേശങ്ങൾ വെന്തുരുകുന്നു. കുടിവെള്ളക്ഷാമം ജനങ്ങളെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ വലിയ പ്രതിസന്ധിയാണ് ക്ഷീരമേഖലയിലും ഉണ്ടാക്കിയിരിക്കുന്നത്. ചൂടുകൂടിയതോടെ പാടശേഖരങ്ങളും കൃഷിഭൂമികളും തോട്ടങ്ങളും കരിഞ്ഞു തുടങ്ങിയത് കാരണം പശുക്കൾക്ക് പുല്ല് കിട്ടാക്കനിയായി. പുല്ല് ലഭിക്കാതായതോടെ ക്ഷീരകർഷകർ പരക്കം പായുകയാണ്. കാലിത്തീറ്റയുടെ ഗണ്യമായ വിലവർദ്ധനവിൽ
കർഷകർ പലരും ആശ്രയിച്ചിരുന്നത് കൃഷിയിടങ്ങളിലും പുഴയോരങ്ങളിലും ശേഖരിക്കുന്ന നിറഞ്ഞു നിന്നിരുന്ന പുല്ലിനെയായിരുന്നു. എന്നാൽ കൊടും വേനൽ ഇവരെയെല്ലാം ചതിച്ചു. ഇപ്പോൾ പലരും വൈക്കോലും കാലിത്തീറ്റയും നൽകിയാണ് പിടിച്ചു നിൽക്കുന്നത്. വൈക്കോലിന്റെ വിലവർധനവും പ്രതിസന്ധി രൂക്ഷമാക്കി. പുല്ല് കുറഞ്ഞതോടെ പശുക്കളിൽ നിന്നും ലഭിക്കുന്ന പാലിന്റെ അളവിൽ ഗണ്യമായ കുറവ് ഉണ്ടായി. 15 ലിറ്ററോളം പാൽ ലഭിക്കുന്നിടത്ത് ഇപ്പോൾ 7 ലിറ്ററായി കുറഞ്ഞു. പ്രതിസന്ധി തരണം ചെയ്യാതെ ക്ഷീരകർഷകർ ബുദ്ധിമുട്ടുകയാണ്. പുല്ലിന് ക്ഷാമം രൂക്ഷമായതോടെ പാലുൽപാദനവും ഇടിഞ്ഞതിനാൽ പശു വളർത്തൽ ലാഭകരമല്ലെന്ന് ഭൂരിഭാഗം ക്ഷീരകർഷകരും പറയുന്നു. പ്രതിസന്ധി തരണം ചെയ്യാനാവാതെ പശുക്കളെ വിറ്റൊഴിക്കുകയാണ് ഭൂരിപക്ഷം കർഷകരും. ഹൈവിഷൻ ന്യൂസ്, കേരളം. ഇരട്ടിയിലും പ്രതിഷേധം. ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പ്രതിഷേധം. അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ പുതിയ നിയമം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് സമരം. ഹലോ മിസ്റ്റർ ഗണേഷ് കുമാർ, അധികാരത്തിൻ മത്തിൻ ഹുങ്കിൽ, അധികാരത്തിൻ മത്തിൻ ഹുങ്കിൽ, ഞങ്ങളുടെ നേരെ നിങ്ങൾ വന്നാൽ, ഞങ്ങളുടെ നേരെ നിങ്ങൾ വന്നാൽ, ഭരണം വേണ്ടൊരു പുല്ലും വേണ്ട, ഭരണവും വേണ്ടൊരു പുല്ലും വേണ്ട. KSRTC ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങി നിലവിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ നീക്കത്തിനെതിരെയും കേരളത്തിൽ നിന്നും കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ലൈസൻസ് എടുക്കുവാൻ സാഹചര്യമൊരുക്കുന്ന നമ്മുടെ നിയമങ്ങൾക്കെതിരെയുമാണ് ഇരിട്ടിയിലെ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പ്രതിഷേധം നടത്തിയത്. മഴയും നോക്കാതെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയ്ക്ക് ജീവിക്കാനായി പൊരുതുമ്പോൾ അനുമതി നൽകൂ സർക്കാരെ. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. ഏകദേശം 3 മാസമായി 4/24 സർക്കുലർ ഇറക്കിയിട്ട് അത് പ്രകാരം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിഷ്കാരങ്ങളെ ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളായിട്ട് യാതൊരു കാരണവശാലും എതിർക്കുന്നതല്ല. പരിഷ്കാരങ്ങളെ ഞങ്ങൾ അനുകൂലിക്കുന്നു. പക്ഷേ അതിനുള്ള അടിസ്ഥാന സൗകര്യം ചെയ്തു തരേണ്ടത് നമ്മുടെ ഗവൺമെൻറ്റാണ് ചെയ്തു തരുന്നത്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് വന്നപ്പം മനസ്സിലായി കാണും, ആ സർക്കുലർ പ്രകാരം മാത്രമേ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കാൻ നമ്മുടെ ഗവൺമെൻറ് ഇതേവരെ തയ്യാറായിട്ടില്ല. അതിനുള്ള ഫണ്ടും അനുവദിച്ചിട്ടില്ല. അപ്പോൾ ആയതിനാൽ ആ ടെസ്റ്റ് പറയുന്ന സർക്കുലർ പ്രകാരമുള്ള ടെസ്റ്റ് നടത്താൻ മാത്രമേ നമുക്ക് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നുള്ള കാരണത്താൽ ഇവിടെ നിലവിലുള്ള സംവിധാനത്തിൽ ടെസ്റ്റ് നടത്താൻ അവർക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്നത്തെ ടെസ്റ്റ് നമ്മളിവിടെ ബഹിഷ്കരിക്കുന്നത്. ഈ ഒരു കാലാവസ്ഥയുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ കഷ്ടപ്പെട്ട് ഈ വെയിലിൻ്റെ ചൂടിന് പ്രാക്ടീസൊക്കെ ചെയ്ത് എല്ലാവരും ടെസ്റ്റിൽ നിന്ന് പാസ്സാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ടെസ്റ്റ് സ്കൂളുകാർ ബഹിഷ്കരിച്ചതായി നിങ്ങൾ കാണണ്ട. പൊതുജനങ്ങളായ നിങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ഈ സർക്കുലർ വന്നിട്ട് 3-4 മാസങ്ങളായി. അപ്പോൾ അത് ഇതുവരെ അതിന് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് കരുതലുമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഈ നിലവിൽ ഓരോ നിയമങ്ങളും രൂപീകരിക്കുന്നതും നടപ്പിലാക്കുന്നതും സർക്കാരാണ്, അല്ലാതെ ഡ്രൈവിംഗ് സ്കൂളുകാരല്ല. ഈ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ ആ നിയമങ്ങൾ അനുസരിക്കാൻ ഇതുവരെ ഡ്രൈവിംഗ് സ്കൂളുകാർ തയ്യാറായിട്ടേ ഉള്ളൂ. ആ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സാഹചര്യത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മൊത്തത്തിൽ വ്യാപിപ്പിച്ചുകൊണ്ട് സർക്കാർ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ആ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നില്ല. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, ഡ്രൈവിംഗ് സ്കൂളുകാരെ ബുദ്ധിമുട്ടിക്കുന്നു. നിലവിൽ ഈ അവസ്ഥയ്ക്ക് ഇപ്പോൾ ഈ RTO പരിധിയിൽ തന്നെ 4/2024 എന്ന ഒരു ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചപ്പോൾ ഏകദേശം 3-4 മാസക്കാലമായി. ഈ 3-4 മാസക്കാലത്ത് ആയിട്ടും ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് ഒരുക്കാനോ അതിനുള്ള തയ്യാറെടുപ്പോ നടത്താനോ സർക്കാർ തയ്യാറായില്ല. നമ്മുടെ ഇവിടുത്തെ കിട്ടേണ്ട കേരളത്തിന് കിട്ടേണ്ട സാമ്പത്തികമാണ് മൊത്തം കർണാടകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തടയിടാൻ നമ്മുടെ മന്ത്രിക്ക് കഴിയുമോ? അതാണ് എൻ്റെ ചോദ്യം. രാവിലെ തന്നെ പഠിതാക്കൾ ടെസ്റ്റിനായി എത്തി. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയെങ്കിലും പുതിയ ഉത്തരവിലെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഗ്രൗണ്ട് ഉൾപ്പെടെ ഒരുക്കാത്തതിനാൽ ടെസ്റ്റ് നടന്നില്ല. ഇതോടെ പഠിതാക്കൾ പ്രതികരിച്ചു. നമ്മൾ 5:30 മണിക്ക് വന്നതാണ്. 1.5 വയസ്സുള്ള കുട്ടിയുണ്ട്. അതിനിട്ട് നമ്മൾ ഈ 2-3 മാസമായി ഇതിനെ കഷ്ടപ്പെടുന്നു. അപ്പം നമ്മളെ കഷ്ടപ്പാട് കാണുന്നില്ല എന്ന് വെച്ചിട്ട് വീട്ടിൽ ഒരാളില്ല കുട്ടിനെ നോക്കാൻ. എന്നിട്ടും അടുത്ത വീട്ടിലെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വന്നിട്ട് നമ്മൾ 5:30 മണി മുതൽ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനൊരു തീരുമാനമാക്കാണ്ട് നമ്മൾ ഇവിടുന്ന് പോകില്ല എന്തായാലും. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മളെ പൈസയും പോയി.
അഥവാ ഇന്ന് നമുക്ക് ഇത് നടത്തിയിട്ടില്ലേ നമ്മളെ പൈസ പോകില്ലേ, നമ്മൾ അത്രയും അടച്ച പൈസ ഇല്ലേ, അപ്പോൾ അത് പോകില്ലേ. ഇതിന് വരണമെങ്കിൽ 1.5 കൊല്ലോളം ആവും. അപ്പോൾ അതുവരെ നമ്മൾ ലൈസൻസ് ഇല്ലാണ്ട് നിൽക്കാണ്ട് നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ട് ഇവിടെ വന്നതാ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനൊരു തീരുമാനമാവണം. ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ക്ലാസ് ലീവ് എടുത്തുകൊണ്ടാണ് ഞാനിവിടെ ലൈസൻസ് എടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടെ വന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ട്, ക്ലാസ് ലീവ് എടുത്ത് ഞാൻ ഈ മാസം അവസാനം എനിക്ക് എക്സാമാണ്. എന്നിട്ട് കൂടി ഞാൻ ഇവിടെ വന്ന് നിന്നത് ഭയങ്കര ഒരു ആഗ്രഹത്തോടെയാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും പുതിയ നിയമങ്ങളെ എതിർക്കുന്ന ഒരാളല്ല. നിയമങ്ങൾ ഇറക്കുമ്പോൾ നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നെ നിയമങ്ങൾ വരുവാണെങ്കിൽ പൊതുജനങ്ങൾക്ക് അതൊരു ഉപകാരം, അതൊരു സഹായവുമായിരിക്കും. ഇവരെല്ലാം പെട്ടെന്ന് ഈ സാഹചര്യം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്താണ് സാഹചര്യം, ഇങ്ങനെ ഇത്ര യുദ്ധകാലാടിസ്ഥാനം പോലെയുള്ള ഒരു പ്രശ്നം എന്തെന്ന് ഈ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ മെനക്കെടാറുള്ളത്. അപ്പോൾ അത് ഒന്ന് പെട്ടെന്ന് ശരിയാക്കിയിട്ട് അതാണ് പറയാനുള്ളത്, പ്രധാനപ്പെട്ടിട്ടില്ല. ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് വെറുതെ ആവും. ഈ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനിറങ്ങി തിരിച്ചത്. ചെറിയ ചെറിയ മക്കളെയും വീട്ടിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും എല്ലാം മറികടന്നാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു നിയമം വന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അത് എല്ലാം സംവിധാനങ്ങളും എല്ലാം ആക്കിയിട്ടാണ് അതിൻ്റെ നിയമം വരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതുണ്ട്. ഈ ഒരു സൈറ്റ് ഇങ്ങനെയാണെങ്കിൽ ഇത് ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു, നമുക്ക് ഡേറ്റ് എടുത്ത് തരേണ്ടതും ആവശ്യമില്ലായിരുന്നു. കറുത്ത ബാഡ്ജ് ധരിച്ചാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും എത്തിയത്. ഇവരിൽ നിന്നും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. ഇട്ടിയിൽ ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ഒരു ഉടമ എന്ന് എനിക്ക് പറയാനുള്ളത്, ഇത്രയും കാലം നമ്മൾ നല്ല രീതിയിലാണ് ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി പോന്നിരുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു മന്ത്രി വന്നതിന് ശേഷം, നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി വന്നതിന് ശേഷമാണ് നമുക്ക് ഇത്രയധികം പ്രതിസന്ധികൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ മുഖ്യമന്ത്രി പോലും നമുക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടും മന്ത്രി അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമാണ് ഡ്രൈവിംഗ് സ്കൂളുകാരെ അടിച്ചേൽപ്പിക്കുന്നത്. വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികളായ ഇ.കെ. സോണി, ടി.എൻ. ജയേഷ്, കെ.വി. രശാന്ത്, ടൈറ്റസ്, സക്കീർ, പൈലി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ഞങ്ങൾക്കില്ല രാഷ്ട്രീയം, ഞങ്ങൾക്കില്ല ജാതി മതങ്ങൾ, ഞങ്ങൾക്കുള്ളിൽ ഞങ്ങൾ മാത്രം, ഞങ്ങളുടെ തോളിൽ കയറിയിട്ട് വല്ലാതങ്ങ് തുള്ളല്ലേ. വാഹനാപകടത്തിൽ പരിക്കേറ്റു ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. കൊമ്മേരിയിലെ വാച്ചാലി ഹൌസിൽ ആലക്കണ്ടി ഫൽഗുണനാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ബുധനാഴ്ച 3-ാം പീടികയിൽ വെച്ചായിരുന്നു അപകടം. വാഹനത്തിൽ നിന്നും ഇറങ്ങി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ എതിരെ വന്ന കാർ ഇടിച്ചാണ് അപകടം ഉണ്ടായത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. കൊമ്മേരിയിലെ വാച്ചാലി ഹൌസിൽ ആലക്കണ്ടി ഫൽഗുണനാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ബുധനാഴ്ച രാത്രി 3-ാം പീടിക കണ്ടങ്ങുന്നു വെച്ചായിരുന്നു അപകടം. വാഹനത്തിൽ സാധനങ്ങൾ കൊണ്ടുപോയി വിൽക്കുന്ന ജോലിയാണ് ഫൽഗുണൻ ചെയ്തിരുന്നത്. വാഹനത്തിൽ നിന്നും ഇറങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ എതിരെ വന്ന കാർ ഇടിച്ചായിരുന്നു അപകടം ഉണ്ടായത്. അപകടത്തിൽ സാരമായി പരിക്കേറ്റ ഫൽഗുണനെ കണ്ണൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ വീട്ടിലെത്തിയ മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് മൃതദേഹം കൂത്തുപറമ്പ് വലിയ വെളിച്ചം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. രജിതയാണ് ഭാര്യ. ആഷിൽ ഏകമകനാണ്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കീഴ്പള്ളി പാലപ്പുഴ റോഡിലൂടെ സഞ്ചരിച്ചു കാട്ടാന. വനം വകുപ്പ് ജീവനക്കാരെത്തി കാട്ടാനയെ തുരത്തി. കീഴ്പള്ളി പാലപ്പുഴ റോഡിലൂടെ പോകുന്ന കാട്ടാനയുടെ ദൃശ്യമാണിത്. ബുധനാഴ്ച രാത്രി കാട്ടാന റോഡിൽ തന്നെ ഉണ്ടെന്ന വിവരമറിഞ്ഞാണ് വനംവകുപ്പ് ജീവനക്കാർ ആർളം ഫാം കാർഷിക നഴ്സറിക്ക് സമീപമെത്തിയത്. അപ്പോൾ ഈ കാട്ടാന റോഡിലൂടെ നടന്ന് കാർഷിക മേഖലയിലേക്ക് നീങ്ങുകയായിരുന്നു. വനംവകുപ്പിന്റെ വിവിധ ഗ്രൂപ്പുകൾ രാത്രികാലങ്ങളിലുൾപ്പെടെ ഫാമിലും പുനരധിവാസ മേഖലയിലുമായി ജാഗ്രതയോടെ പട്രോളിംഗ് നടത്തി വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. വാഹനാപകടത്തിൽ പരിക്കേറ്റു ചികിത്സയിലായിരിക്കെ മരിച്ച ചരൽ സ്വദേശി മുള്ളൻകുഴി ഹൌസിൽ ഉല്ലാസ് വല്ലത്തായിയുടെ മൃതദേഹം സംസ്കരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ചരൽ സ്വദേശി മുള്ളൻകുഴി ഹൌസിൽ ഉല്ലാസ് വല്യത്തായി കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി കൂട്ടുപുഴ വളവുപാറയിൽ വെച്ചായിരുന്നു അപകടം. ഇയാൾ സഞ്ചരിച്ച ബൈക്ക്
അപകടത്തിൽപ്പെടുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് റോഡിൽ അവശനിലയിലായിരുന്ന ഇയാളെ ഇതുവഴി വന്ന പോലീസ് പട്രോളിംഗ് വാഹനത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ ആദ്യം ഇരിട്ടിയിലും പിന്നീട് കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ടൂറിസ്റ്റ് ബസ് ഡ്രൈവറായിരുന്ന ഉല്ലാസ് മലപ്പുറം തിരൂർ സ്വദേശിയാണ്. വിവാഹശേഷം കുടുംബസമേതം ചരലിലായിരുന്നു താമസം. മുള്ളൻകുഴിയിൽ ജോൺസിയാണ് ഭാര്യ. പ്രിൻസ്, ജോയൽ, നിയോൺ എന്നിവർ മക്കളാണ്. കണ്ണൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ചരലിലെ വീട്ടിലെത്തിച്ച മൃതദേഹം ചരൽ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1986, 1987 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനവും മെയ് 4 ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കേളകത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1986-87 SSLC ബാച്ച് ഒത്തുകൂടാം ഇത്തിരി നേരം എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികളായ EJ സജീവൻ, PC ജോമോൻ, KV ബെന്നി, ഷൈജു വാത്യാട്ട് എന്നിവർ കേളകത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേളകം സെന്റ് തോമസ് സ്കൂളിലെ 1986-87 SSLC ബാച്ച്, അതായത് 37 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുചേരുകയാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ സംഗമം നടത്തുന്നത്. ഞങ്ങളന്ന് 155 പേര് 87 മാർച്ച് SSLC പരീക്ഷ എഴുതിയവരാണ്. അവരെ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു. വളരെയധികം പരിശ്രമം മാസങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു കൂട്ടായ്മ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നത്. 2024 മെയ് 4 ശനിയാഴ്ചയാണ് ഞങ്ങളുടെ സംഗമം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒത്തുകൂടാം ഇത്തിരി നേരം എന്ന പേരിലാണ് ഞങ്ങൾ ആ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ഞങ്ങൾ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും. 9:30 തമ്മിലറിയാം എന്ന പേരിൽ ഞങ്ങളുടെ സൗഹൃദം പുതുക്കുന്ന ഒരവസരമാണ്. എല്ലാവരുടെയും നിലവിലുള്ള അവസ്ഥകൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരവസരമായിട്ടാണ് ഈ തമ്മിലറിയാം എന്നൊരു ഭാഗം നമ്മൾ ഉദ്ദേശിക്കുന്നത്. 11:30 നമ്മുടെ ഗുരുവന്ദന പരിപാടി ആരംഭിക്കുന്നതാണ്. ഗുരുവന്ദനത്തിന് നമ്മുടെ അധ്യാപകരെ ആദരിക്കുകയാണ്. നാട്ടിൽ ഉൾപ്പെടെയുള്ള അധ്യാപകർ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആ ഗുരുവന്ദന പരിപാടിയിൽ ഔപചാരികമായിട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പേരാവൂർ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവറുകളാണ്. കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് മുഖ്യപ്രഭാഷണം നടത്തുന്നതാണ്. ഈ ബാച്ചിൻ്റെ പ്രസിഡന്റ് ജോമോൻ BC അതിൻ്റെ അധ്യക്ഷത വഹിക്കും. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വാർഡ് മെമ്പർ സുനിത രാജു, കൂടാതെ സ്കൂളിലെ പ്രിൻസിപ്പാൾ, HM എന്നിവർ സംസാരിക്കുന്നുണ്ട്. സ്വാഗത ഭാഷണം സെക്രട്ടറി സജീവനും നന്ദി പ്രകടനം ബെന്നിയുമാണ് നടത്തുക. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു അധ്യാപകരെ ആദരിക്കുന്നതോടൊപ്പം ഒരു ഫോട്ടോ സെഷൻ, ഒരു സ്നേഹ വിരുന്ന് എന്നിവയും നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ വളരെ വർഷത്തിന് ശേഷമുള്ള ഒരു കൂടിച്ചേരൽ എന്ന നിലയ്ക്ക് എല്ലാവരും വലിയൊരു കൗതുകത്തോടെയാണ് ഇങ്ങനെ ഒരു പരിപാടിയെ നോക്കിക്കാണുന്നത്. ഞങ്ങളുടെ ഇടയിൽ തന്നെ ഒരു 6 പേര്, ഞങ്ങളുടെ 6 കൂട്ടുകാർ ഈ കാലയളവിനുള്ളിൽ ഞങ്ങളെ വേർപെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെല്ലാം ആദരാഞ്ജലികൾ ഞങ്ങൾ ഈ യോഗത്തിൽ അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വിജയകരമാക്കി തീർക്കാനുള്ള മെയ് 4 ശനിയാഴ്ച കേളകം സെന്റ് തോമസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് മുഖ്യ പ്രഭാഷണം നടത്തും. തുടർന്ന് അധ്യാപകരെ ആദരിക്കും. കേളകം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുനിത രാജു വാത്യാട്ട്, കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ NI ഗീവർഗീസ്, സെന്റ് തോമസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ MV മാത്യു തുടങ്ങിയവർ സംസാരിക്കും. ചടങ്ങിൽ പൂർവ്വ അധ്യാപകരും പങ്കെടുക്കും. ഹൈവിഷൻ ന്യൂസ്, കേളകം. കുനിത്തലമുക്ക് മുള്ളരിക്കൽ തൊണ്ടിയിൽ റോഡ് വെള്ളിയാഴ്ച മുതൽ അടച്ചിടും. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന റോഡ് നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി 2 കലുങ്കുകൾ പൊളിച്ചുമാറ്റി പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് റോഡ് അടച്ചിടുന്നത്. കുനിത്തലമുക്ക് മുള്ളരിക്കൽ തൊണ്ടിയിൽ റോഡ് വെള്ളിയാഴ്ച മുതൽ അടച്ചിടും. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന റോഡ് നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി 2 കലുങ്കുകൾ പൊളിച്ചുമാറ്റി പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് റോഡ് അടച്ചിടുന്നത്. വെള്ളിയാഴ്ച മുതൽ 20 ദിവസത്തേക്കാണ് റോഡ് പൂർണ്ണമായും അടച്ചിട്ട് കലുങ്കുകൾ നിർമ്മിക്കുക. 30 ലക്ഷം രൂപ ചിലവിലാണ് റോഡ് നവീകരിക്കുന്നത്. ഈ റോഡിന്റെ ഒരു ഭാഗത്തെ ടാറിങ്ങും ഇന്റർലോക്ക് പ്രവൃത്തിയും നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. മറുവശത്തെ കലുങ്കിന്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കലുങ്കിന്റെ ഒരു ഭാഗത്തെ പ്രവൃത്തി മാസങ്ങൾക്ക് മുമ്പ് തന്നെ പൂർത്തിയാക്കിയിരുന്നുവെങ്കിലും റോഡരികിലെ വൈദ്യുതി തൂൺ മാറ്റാത്തതായിരുന്നു പ്രതിസന്ധിക്ക് കാരണമായത്. വൈദ്യുതി തൂൺ മാറ്റുകയും ആ ഭാഗത്തെ കലുങ്കിന്റെ പ്രവൃത്തിയുമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് മറ്റൊരു കലുങ്ക് കൂടി നിർമ്മിക്കേണ്ടുള്ളതിനാലാണ് റോഡ് പൂർണ്ണമായും അടച്ചിട്ടുകൊണ്ട് കലുങ്കുകൾ പുനർനിർമ്മിക്കുന്നത്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ.
മുഴക്കുന്ന് നെയ്യളം യുവശക്തി വായനശാല ഗ്രന്ഥാലയം ബാലവേദിയുടെ നേതൃത്വത്തിൽ 11ാമത് പ്രതിമാസ പുസ്തക അവതരണവും വിവിധ പരീക്ഷകളിൽ മികവ് തെളിയിച്ച കുട്ടികൾക്കുള്ള അനുമോദനവും നടന്നു. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബാബു ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മുഴക്കുന്ന് നെയ്യളം യുവശക്തി വായനശാല ഗ്രന്ഥാലയം ബാലവേദിയുടെ നേതൃത്വത്തിൽ 11ാമത് പ്രതിമാസ പുസ്തകാവതരണവും NMMS പരീക്ഷയിൽ വിജയം നേടിയ നിവേദ്യ, LSS പരീക്ഷയിൽ വിജയം നേടിയ അമ്മയെ എന്നിവർക്കുള്ള അനുമോദനവും വായനശാല പരിസരത്ത് നടന്നു. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബാബു ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തീരെ താഴ്ന്നതല്ലാത്ത ഏറ്റവും നല്ല സഭ്യമായ രീതിയിൽ ഇന്നത്തെ മലയാള ഭാഷയിലെ നല്ല പദ അർത്ഥങ്ങളോട് കൂടിയ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വാഗതവും അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് എന്നെപ്പോലെയുള്ളവർക്ക് വന്നു നിന്ന് കാണുമ്പോൾ തന്നെ ഈ വായനശാല എന്ത് കുട്ടികളിൽ നൽകുന്നു എന്നതിന് നല്ല തെളിവായിട്ടാണ് ഈ രണ്ട് കുട്ടികളെ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കിയത്. ഏത് പുസ്തകത്തെപ്പറ്റി അവതരിപ്പിക്കാൻ ഈ വായനശാലയുടെ അംഗങ്ങളായ ബാലവേദി കുട്ടികൾ മുന്നോട്ട് വരുമെന്ന് കേട്ടപ്പോൾ കാർത്തിക് ബൈജു അധ്യക്ഷനായി, കെ യദുനന്ദ്, ധ്യാൻ, ധീരവ് എന്നിവർ പുസ്തകാവതരണം നടത്തി. N ദേവനന്ദ്, ആര്യനന്ദ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. പായം ഗ്രാമീണ ഗ്രന്ഥാലയം ദീപ്തി മഹിളാ സമാജം പെണ്ണരങ്ങ് വാർഷികാഘോഷം പായത്ത് വെച്ച് നടന്നു. പായം ഗ്രാമീണ ഗ്രന്ഥാലയം ദീപ്തി മഹിളാ സമാജം പെണ്ണരങ്ങ് വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. തില്ലങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. വലിയ വായനക്കാർ നമ്മുടെ സ്ത്രീകളായിരുന്നു, നമ്മുടെ അമ്മമാരായിരുന്നു എന്നാണ്. അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാതെ അമ്മമാർ വായിച്ചിരുന്ന ആ വായനകളാണ് പുതിയ തലത്തിലേക്ക് എത്തി നിന്നുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ വഴി കഥകളും കവിതകളുമെല്ലാം വായിക്കാനും അല്ലെങ്കിൽ അതിൽ കൂടി കവിതകളും കഥകളുമെല്ലാം എഴുതാനും തുടങ്ങിയ ഒരു കാലഘട്ടത്തിലേക്ക് വർത്തമാന കാലത്ത് നമ്മൾ ജീവിക്കുകയാണ്. പലപ്പോഴും കാലത്തെല്ലാം നമ്മൾ നിർവചിക്കുന്നത് എല്ലാവരും പറയും പണ്ടായിരുന്നു നല്ലത് അല്ലെ, പണ്ടായിരുന്നു നല്ലത് എന്ന് പറയുന്ന കുറേയേറെ ആളുകളുണ്ട്. പക്ഷെ ഇപ്പോഴായിരുന്നു, ഈ വർത്തമാന കാലമാണ്, നമ്മൾ ജീവിക്കുന്ന കാലമാണ് നല്ലത് എന്ന് പറഞ്ഞു വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ കാലം. കാരണം ഈ കാലം നല്ലതായത് കൊണ്ടാണ് ദീപ്തി മഹിളാ സമാജത്തിന്റെ ഒരു പരിപാടി ഇവിടെ നടക്കുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കുന്നത്. നോക്കൂ അല്ലെ, അങ്ങനെ ഒരു കൂട്ടായ്മ, ജാതി മത രാഷ്ട്രീയത്തിനതീതമായ ഒരു കൂട്ടായ്മ വളർത്തിയെടുത്തുകൊണ്ട് നമ്മളെല്ലാം ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കൂടിച്ചേർന്നിരിക്കുമ്പോൾ അതിന് സാഹചര്യം ഒരുക്കിയ കുറേയേറെ കാര്യങ്ങൾ അല്ലെ. എന്തായിരുന്നു സ്ത്രീ ആരായിരുന്നു എന്ന ചോദ്യത്തിന് എവിടെയെങ്കിലും ഉത്തരമുണ്ടായിരുന്നു? 1980കളിലാണ് കരുവള്ളൂർ മുരളിയേട്ടന് ഞാൻ സ്ത്രീ എന്ന കവിത എഴുതിയത്. ആ ഞാൻ സ്ത്രീ എന്ന കവിതയിൽ തന്നെ പറഞ്ഞു വെക്കുന്നത് സ്ത്രീ ആരാണ്, സ്ത്രീ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു. അറിയുമോ നീ എന്നെ, അറിയുമോ നീ എന്നെ, അറിയുമോ നിങ്ങൾ എന്നെ, മകളായി, ഭാര്യയായി, പെങ്ങളായി, അമ്മയായി ജന്മങ്ങൾ തള്ളുമെന്നെ എന്നാണ് പറഞ്ഞത്. ഷീജ പവിത്രൻ അധ്യക്ഷത വഹിച്ചു. ഗീത സന്തോഷ്, AM ദീപ, VC പ്രവീണ, M ലാവണ്യ, TV ഷീമ, റിജിന ബിച്ചു എന്നിവർ സംസാരിച്ചു. അനുമോദന ചടങ്ങും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. പുന്നാട് ഗീതാഗ്രാമം ചിലപ്പൂ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കൊടിയേറ്റ് മഹോത്സവം സമാപിച്ചു. പുന്നാട് ഗീതാഗ്രാമം ചിലപ്പൂ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കൊടിയേറ്റ് മഹോത്സവം സമാപിച്ചു. മഹോത്സവത്തിന്റെ ഭാഗമായി ഗീതാ സംഗമം നടന്നു. പ്രബുദ്ധ കേരളം എഡിറ്ററും തൃശൂർ ശ്രീരാമകൃഷ്ണ മഠം സ്വാമിയുമായ നന്ദാത്മജാനന്ദജി മുഖ്യ പ്രഭാഷണം നടത്തി. ഉപനിഷത്തുക്കളുടെ സാര സംഗ്രഹമാണ് ഭഗവത്ഗീത. അതായത് ഈ നാടിന്റെ സ്പന്ദനമാണ് ഭഗവത്ഗീത. ഈ നാടിനെ ലോകത്തോട് പങ്കുവെക്കുവാനുള്ള ഒരു വലിയ ആശയ കൂട്ടമാണ് ഭഗവത്ഗീത എന്ന് വേണേൽ പറയാൻ സാധിക്കും. അപ്പോൾ ഭഗവത്ഗീതയുടെ പ്രാധാന്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉപനിഷത്തുക്കളുടെ സാരസംഗ്രഹമാണ് എന്നതാണ്. അപ്പൊ ഈ ഉപനിഷത്തുക്കളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലോ, ഉപനിഷത്തുകളെ പറ്റി പാശ്ചാത്യ പണ്ഡിതന്മാരും ഭാരതീയരായിട്ടുള്ള ഗുരുക്കന്മാരും എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു പാശ്ചാത്യനായ മാക്സ് മുള്ളർ എന്ന് പറയുന്ന വേദാന്ത പണ്ഡിതൻ, അദ്ദേഹം ജർമ്മൻകാരനാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഹിമാലയത്തിൻ്റെ ഉയരങ്ങൾ കണ്ടിട്ട് ഞെട്ടിയിട്ടില്ല, പക്ഷേ ഉപനിഷത്തുക്കളുടെ ഉയരം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി.
ആ ഉപനിഷത്തുക്കളുടെ ആശയങ്ങൾ ഞാൻ ഇതുവരെ ദർശിക്കാത്ത ഒരു ഉയരത്തെയാണ് എനിക്ക് കാണാൻ എനിക്ക് പ്രേരണ നൽകിയത് എന്ന് പി വിശ്വനാഥൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കെ ദാമോദരൻ, PM സതീഷ് കുമാർ, MK ഷൈജു, CK അനിത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ചരമം. തിരുവണപ്പുറത്തെ കാരായി ഹൌസിൽ മനോളി ബാലൻ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ഭാര്യ പരേതയായ കാരായി മാധവി. മക്കൾ സുധാകരൻ, സുജാത. മരുമക്കൾ രജനി, ചന്ദ്രൻ. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 177, പേരാവൂർ 177, കൊട്ടിയൂർ 177. റബ്ബർ ലോട്ട് ഇരിട്ടി 164, പേരാവൂർ 167, കൊട്ടിയൂർ 167. ഒട്ടുപാൽ ഇരിട്ടി 100, പേരാവൂർ 104, കൊട്ടിയൂർ 103. കുരുമുളക് ഇരിട്ടി 550, പേരാവൂർ 550, കൊട്ടിയൂർ 550. കോട്ടടയ്ക്ക ഇരിട്ടി 325, പേരാവൂർ 325, കൊട്ടിയൂർ 320. കശുവണ്ടി ഇരിട്ടി 98, പേരാവൂർ 100, കൊട്ടിയൂർ 99. പൊൻവർണ്ണത്തേരേറും ശലഭമാ നീ വന്നു അഴകേ പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6625, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടുത്ത വേനൽ ചൂടിൽ വെന്തുരുക്കി നാടും നഗരവും. വേനൽ മഴയുടെ കുറവ് സ്ഥിതി സങ്കീർണമാക്കി. കത്തുന്ന ചൂടിൽ ചെങ്കൽ മേഖലയിലും പ്രതിസന്ധി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഇരട്ടിയിലും പ്രതിഷേധം. ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.